ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്തേക്ക് പോയാൽ ഏറ്റവും വിലയേറിയ ലക്ഷങ്ങൾ വില വരുന്ന സ്വർണ്ണമെടുത്ത് തീയിലിടുന്നതായി കാണാറുണ്ട്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇത്രയും വിലയുള്ള ഒരു സാധനം എടുത്ത് തീയിലേക്കിടുക. എന്നാൽ സ്വർണം പണിയുന്ന തട്ടാനെ സംബന്ധിച്ച് തനിക്കറിയാം ഇത് എത്ര നേരം ഏത് തീയിലാണ് കിടക്കേണ്ടതെന്ന്. ഈ തീയിലെടുത്ത് സ്വർണം ഇടുന്നത് അത് കരിച്ചു കളയാനല്ല, മറിച്ച് ശുദ്ധി ചെയ്ത് ഏറ്റവും മികവോടെ ഏറ്റവും തിളക്കത്തോടെ പുറത്തു വരാൻ വേണ്ടിയാണ്. ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ നിങ്ങളെ തളർത്തിക്കളയാനല്ല, ഇതിനകത്ത് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. നിങ്ങൾ നേരിടുന്ന രോഗം, ബുദ്ധിമുട്ട്, അപകടങ്ങൾ, ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ക്ഷീണിച്ചു പോകേണ്ട. ഇതിന് പുറത്തേക്ക് ദൈവം ഒരു വഴിയൊരുക്കും. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, കഷ്ടതയിലായതെനിക്ക് ഗുണമായി. എന്തിനാ? നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ നല്ലതായി, നന്മയായി എന്ന് പറയാൻ കഴിയണം. കാരണം അത് കൂടുതൽ ദൈവത്തോടടുക്കാൻ കാരണമാകും. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പഠിക്കാൻ കാരണമാകും. നമ്മുടെ വഴി തെറ്റിപ്പോയെങ്കിൽ അതിൽ നിന്ന് തിരുത്താൻ കാരണമായി തീരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് മുമ്പിൽ പതറിപ്പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട, മരിക്കണമെന്ന് പറയണ്ട. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു, കർത്താവിനെ അറിയുന്ന വിശ്വാസിയാണ്, പ്രതിസന്ധിയിൽ അവൻ ആത്മഹത്യ ചെയ്തു. യഥാർത്ഥത്തിൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കത്തേയില്ല. കാരണം അവനറിയാം ഈ പ്രതിസന്ധിയുടെ അപ്പുറത്തേക്ക് തന്നെ നടത്താൻ കഴിയുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ള ആത്മഹത്യ ചിന്തകളുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് പുറത്തു പോകണം. കാരണം ജീവൻ തരാനും സമൃദ്ധിയായി ജീവൻ തരാനും ആ കർത്താവ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നേടുന്ന പരീക്ഷകളിലും പ്രതിസന്ധിയിലും നിങ്ങൾ തളർന്നുപോയി, തീർന്നുപോയി എന്ന് ചിന്തിക്കേണ്ട. ഇതിനപ്പുറത്തേക്ക് നിങ്ങളെ കരം പിടിച്ച് നടത്താൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട്. ഒരു കുശവൻ ഒരു കളിമണ്ണിനെ റീമേക്ക് ചെയ്യുന്ന പോലെ, അതിനെ റീഷേപ്പ് ചെയ്യുന്ന പോലെ ദൈവം പ്രതിസന്ധിയിലും പ്രശ്നത്തിലും കൂടെ നമ്മളെ റീഷേപ്പ് ചെയ്യുകയാണ്, നമ്മളെ പണിഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകേണ്ട. അപ്പം നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ, ഓരോ പ്രതിസന്ധികൾ അതിനെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും എന്ന് ഉറച്ച് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം അത് നമ്മെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അത് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ കടഭാരങ്ങളോ എന്തുമാകട്ടെ, എവറിതിങ് വർക്ക്സ് ഫോർ ദ ഗുഡ് എന്നാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഓർക്കണം, നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അത് നന്മയ്ക്ക് വേണ്ടിയാണ്, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. വഴി അടഞ്ഞു പോയിട്ടില്ല, തീർന്നു പോയിട്ടില്ല, എല്ലാം കഴിഞ്ഞ് നിങ്ങൾ പറയണ്ട. ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തോടെ പറ, ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രതിസന്ധി, ഈ പരിശോധന എന്നെ കൂടുതൽ തിളക്കമുള്ളവനാക്കി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്, എന്നെ ശുദ്ധി ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. രോഗക്കിടക്കയിൽ കിടക്കുക, വിഷമിക്കേണ്ട, നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തണ്ട, തീർന്നെന്ന് പറയണ്ട. ദൈവം കരം പിടിക്കും, അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് ആ കടലിലെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പം കർത്താവ് കരം പിടിച്ച് അവനെ കയറ്റുകയാണ്. അവൻ മുങ്ങിപ്പോകുമ്പം നിരാശപ്പെട്ട് തീർന്നെന്ന് പറയുമ്പം കരം പിടിച്ച് കർത്താവ് കയറ്റിയതുപോലെ നിങ്ങളെ കർത്താവ് കരം പിടിച്ച് കയറ്റുന്നവനാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കണം, എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകൽ നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കിയിട്ട് പറയണം, കർത്താവിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യാകുലപ്പെടത്തില്ല, നിരാശപ്പെടത്തില്ല. അവനാണ് എന്നോടൊപ്പം ഉള്ളത്. ആ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. 42 സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ ചേർത്ത് പറയാം, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയും ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഏതെല്ലാം സമയത്ത് നമ്മുടെ മനസ്സിടിയുന്നോ അന്നേരം എല്ലാം പറയണം, എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എപ്പോഴും പറയണം, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം. പ്രസംഗിക്കുന്ന ഞാൻ പറയുകയല്ല, ഞാൻ പറയുന്നത് നിങ്ങളുടെ ചെവിയിലേക്ക് കേൾക്കും. പക്ഷേ നിങ്ങൾ റിപ്പീറ്റഡ്ലി നിങ്ങളുടെ അകത്തെ മനുഷ്യനോട് പറയണം, പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. നിരാശപ്പെടണ്ട, പ്രത്യാശ കൈവിടണ്ട. പൗലോസ് യാത്ര ചെയ്യുമ്പോൾ കപ്പൽ ഛേദം ഉണ്ടാകുക. പൗലോസ് അവിടെ നിന്ന് ആ കൂട്ടത്തിലുള്ള എല്ലാവരോടും പറയുകയാണ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഈ കപ്പൽ ഛേദത്തിൽ മരിച്ചു പോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു പ്രഭാതമുണ്ട്. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ ഇടയിൽ, വീടിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിങ്ങൾ പറയണം, ഈ പ്രതിസന്ധി തീരാനല്ല, നമ്മൾ ഇല്ലാതാക്കാനല്ല. ഒരു പ്രത്യാശയുടെ വാക്ക് മാതാവിനോട് പറ, പിതാവിനോട് പറ, കുഞ്ഞെ ഭാര്യയോടും ഭർത്താവിനോടും പറ. ഇതിനപ്പുറത്തേക്ക് ദൈവം നിങ്ങളെ കരം പിടിച്ച് നടത്തും. തീർന്നു പോയിട്ടില്ല, നമ്മളെല്ലാം നശിച്ചു പോകുന്നല്ല, ഇതിനപ്പുറത്ത് ദൈവം നിങ്ങളെ നടത്തും. അതുകൊണ്ട് ഈ പ്രതിസന്ധികൾ, ഈ കഷ്ടങ്ങൾ, ഈ നിരാശകൾ അത് നന്മയ്ക്കാക്കി ദൈവം മാറ്റും. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം നിങ്ങളെ നടത്തുക. കർത്താവെ, നിരാശപ്പെട്ട രോഗിയായി എനിക്കിനി മുന്നോട്ട് പ്രതീക്ഷയില്ലെന്ന് പറയുന്ന പ്രിയ സഹോദരൻ, പ്രിയ സഹോദരി, പ്രിയ പിതാവ്, മാതാവ്, അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യാശയാൽ നിറയ്ക്കണം, പ്രത്യാശയാൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ തന്നെ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.